വെള്ളനാട് പഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശിക്കെതിരെ വീണ്ടും പോലീസ് കേസ്. കൈ തല്ലിയൊടിച്ചെന്ന യുവാവിന്റെ പരാതിയിലാണ് കേസ്. മതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷങ്ങളിലേക്ക് നയിച്ചത്. വെള്ളനാട് സ്വദേശി പ്രശാന്തിനാണ് കൈക്ക് പരിക്കേറ്റത്. പറയാൻ തരുമ്പോൾ നീ ആടാന്നും പറഞ്ഞു പറയാമെന്ന് എന്നെ കയറി ചോദ്യം ചെയ്യാൻ ഞാൻ പ്രസിഡൻ്റായി എന്നെ ചോദ്യം കയ്യെ അടിക്കുകയാണ് ചെയ്തത്. പുള്ളി 3 മാസം മുമ്പേ ഒരു ആക്സിഡൻറ്റ് തന്ന് വാരിയെല്ലും ഈ ഷോൾഡറെല്ലാം പൊട്ടി കിടക്കുന്ന ഒരു സാധാരണക്കാരൻ. ഇന്നിപ്പോൾ കൈ അനക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ശശിയുടെ ഗുണ്ടായുസമാണ് ഇവിടെ നടക്കുന്നത്. ദേവൻ എം പി ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ദേവൻ, ഈ വെള്ളനാട് ശശിക്കെതിരെ ഇതിനു മുൻപും മുള്ളംപന്നിയെ തല്ലിക്കൊന്ന കേസിലൊക്കെ പ്രതിയാണ് ഇയാളിപ്പോൾ. ഈ പുതിയ കേസിനാസ്പദമായ സംഭവം എന്നാണ്? സോന, പുതിയ വീടിന്റെ ചുറ്റുമതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തർക്കത്തെ തുടർന്നാണ് ഇപ്പോൾ യുവാവിനെ ഇപ്പോൾ ഈ സംഘർഷത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. ഇന്നലെ പകൽ 11 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. വെള്ളനാട് കൂട്ടായ്മ സ്വദേശിയായിട്ടുള്ള പ്രശാന്തിന്റെ ബന്ധുവായ അഭിലാഷ് പുതിയതായി പണിയുന്ന വീടിന്റെ കോമ്പൗണ്ടിൽ മതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചുമതല വഹിക്കുകയായിരുന്നു. എന്നാൽ ഈ സമയത്ത് അവിടേക്ക് എത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശി ഈ മതിൽ നിർമ്മാണം നടക്കുന്നത് പുറമ്പോക്ക് ഭൂമിയിലാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ സംഘർഷമുണ്ടാക്കിയത്. മാത്രമല്ല, ഈ മതിൽ നിർമ്മാണം പൂർണ്ണമായും നിർത്തിവെക്കണമെന്നും അല്ലെങ്കിൽ ഇപ്പോൾ ഈ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന മതിൽ പൂർണ്ണമായും തകർത്ത് കളയുമെന്നും അവിടെ വെച്ച് ഒരു ഭീഷണി സ്വരം നടത്തിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്കെതിരെ ഈ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള വെള്ളനാട് ശശി അസഭ്യവർഷം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഔദ്യോഗിക വാഹനത്തിൽ തന്നെയായിരുന്നു വെള്ളനാട് ശശി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഇരുവരും തമ്മിൽ ചില വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടായെങ്കിലും പിന്നീട് അവിടെ നിന്നും പിരിഞ്ഞു പോവുകയായിരുന്നു. എന്നാൽ വീണ്ടും അവിടേക്ക് എത്തിക്കൊണ്ടാണ് ഈ വെള്ളനാട് ശശി ഈ യുവാവിന് നേരെ ഒരു ശാരീരിക അതിക്രമം ഏൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഈ യുവാവിന്റെ കൈ പിടിച്ച് തിരിക്കുകയും ഒപ്പം തന്നെയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് ഇപ്പോൾ ഈ പ്രശാന്ത് നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. അതിനുശേഷം അവിടെ നിന്നും ഈ പ്രശ്നമുണ്ടാക്കി അവിടെ നിന്നും മടങ്ങിയ ശേഷം വെള്ളനാട് ശശി വീണ്ടും ഈ സംഘർഷത്തിലേക്ക് എത്തുകയും JCB ഉപയോഗിച്ചുകൊണ്ട് ഈ നിർമ്മിച്ചിരിക്കുന്ന മതിൽ പൊളിച്ചു കളയുമെന്ന് അവിടെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും സംഭവത്തിൽ ഈ കൈക്ക് പരിക്കേറ്റ പ്രശാന്ത് ഇപ്പോൾ കാട്ടാക്കട താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശിക്കെതിരെ നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ വിശദീകരണം നൽകാൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയിട്ടുള്ള വെള്ളനാട് ശശി ഇതുവരെയും തയ്യാറായിട്ടില്ല. സോന സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻപും സമാനമായ രീതിയിൽ വെള്ളനാട് ശശിക്കെതിരെ ഇത്തരത്തിൽ പോലീസ് കേസ് എടുക്കുകയും അല്ലെങ്കിൽ ഇത്തരം നിയമ നടപടികൾ നേരിടുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. നിലവിലേതായാലും ഈ മതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഉണ്ടായിരിക്കുന്ന തർക്കമാണ് ഇത്തരത്തിൽ യുവാവിന് പരിക്കേൽക്കുന്ന തരത്തിലേക്കുള്ള സാഹചര്യത്തിലേക്ക് എത്തുകയും തുടർന്ന് ഇത്തരത്തിൽ വെള്ളനാട് ശശിക്കെതിരെ ഇപ്പോൾ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയും ചെയ്തിരിക്കുന്നത്. സോന.